ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിതശങ്കചക്ര കൗമോദകീ സരസിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. എല്ലാവർക്കും പുതുവർഷാശംസ നേർന്നുകൊണ്ട് ശ്ലോകം 23 ഇന്ന് നമുക്ക് പഠിക്കാം. 23 ഒന്ന് വായിക്കാം. ഗുരുർഗുരുതമോ ധാമ സത്യസത്യപരാക്രമഃ നിമിഷോ അനിമിഷസ്വഗ്വി വാചസ്പതിരുദാരധീഹി. ഇതിലെ നാമങ്ങൾ നോക്കാം. 9 നാമങ്ങളുണ്ട്. ഗുരുഹു ഗുരുതമഃ, ധാമ സത്യഃ സത്യപരാക്രമഃ, നിമിഷഃ അനിമിഷഃ, സ്രഗ്വി വാചസ്പതിരുദാരധീഹി. ഒരിക്കൽ കൂടി പറയാം. ഗുരുഹു ഗുരുതമഃ, ധാമഃ സത്യഃ സത്യപരാക്രമഃ, നിമിഷഃ അനിമിഷഃ, സ്രഗ്വി വാചസ്പതിരുദാരധീഹി. 9 നാമങ്ങൾ. ആദ്യത്തെ നാമാണ് ഗുരുഹു. ഗുരുഹു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗുരുവാണ് അമ്മ, അച്ഛൻ, മാതാപിതാക്കൾ. അത് കഴിഞ്ഞ് ആരൊക്കെ ഉപദേശിക്കുന്നോ അവരൊക്കെ ഗുരുക്കന്മാർ. അതായത് ഉപദേഷ്ടാവെന്നും ജന്മദാതാവെന്നും അർത്ഥം. മാതാപിതാക്കന്മാരാണ് ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത്. അതുകൊണ്ട് ജന്മദാതാക്കന്മാർ, ജന്മത്തെ ദാനം ചെയ്യുന്നവർ മാതാപിതാക്കൾ എന്നർത്ഥം. അപ്പം സർവജ്ഞനായ മഹാവിഷ്ണു എല്ലാ വിദ്യകളും അർഹതയുള്ളവർക്ക് ഉപദേശിക്കുന്നത് കൊണ്ട് ഗുരുവാണ്. അജ്ഞാനത്തെ അതായത് അന്തർജ്ഞാനത്തെ, നമ്മുടെ ഉള്ളിലുള്ള അറിവിനെ സാധകന്മാർക്ക് ഉപദേശിക്കുന്നത് കൊണ്ട് ഗുരുവാണ്. ഗുരുക്കന്മാരാണ് അത് ഉപദേശിക്കുന്നത്. അപ്പോൾ ഉപനിഷത്തുക്കൾ, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം എന്നീ 3 അടങ്ങിയ ഗൂഢതത്വങ്ങൾ ഉപദേശിക്കുന്നു ഗുരുക്കന്മാർ. അതുകൊണ്ട് അവർ ഗുരുക്കന്മാർ. അതിനാൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവർ ലോക ഗുരുക്കന്മാരായി കീർത്തിക്കപ്പെടുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. കുഞ്ഞുങ്ങൾക്ക് ആദ്യ ഗുരുക്കന്മാർ മാതാപിതാക്കളാണ്. പിന്നീട് ആചാര്യന്മാർ വിദ്യകളൊക്കെ ഉപദേശിക്കുന്നു. അപ്പം ഗുരുക്കന്മാരുടെയും മഹാഗുരുവാണ് നാരായണൻ ഭഗവാൻ. അതുകൊണ്ട് ഗുരു എന്ന പേര്. ഇനി ഗുരു അറിവ് കൊണ്ട് നല്ല ബലമുള്ളവനാണ്. അപ്പോൾ അവിദ്യ അകറ്റി ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് ഭഗവാൻ ഗുരുസ്വരൂപനാണ്. അപ്പം ജനകൻ ജന്മം നൽകുന്നതിനാൽ ഗുരുവാണ്. എല്ലാവർക്കും പിതാവായിട്ടുള്ളവൻ ഭഗവാനാകുന്നു. അപ്പോൾ ഭഗവത്ഗീതയിൽ 9ാമത്തെ ശ്ലോകത്തിൽ 9ാമത്തെ അധ്യായത്തിൽ 17ാമത്തെ ശ്ലോകത്തിൽ പിതാഹം അസ്യ ജഗതോ മാതാ ധാതാ പിതാമഹ എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിൻ്റെ പിതാവും മാതാവും പിതാമഹനും കർമ്മഫലദാതാവും ഞാൻ തന്നെ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇനി ത്രിപാദ് വിഭൂതി നാരായണ ഉപനിഷത്തിൽ സാക്ഷാൽ ആദിനാരായണനായ പുരുഷനാണ് ഗുരു എന്ന് നമ്മൾ കാണുന്നല്ലേ. ഗുരു കഹ ഇതി ഗുരു സാക്ഷാദാദി നാരായണ പുരുഷ എന്ന് പറയുന്നു. ഇനി അടുത്ത നാമം ഗുരുതമഃ. ഗുരുതമൻ, അത്യുത്കൃഷ്ടനായ ഗുരു, ശ്രേഷ്ഠനായ ഗുരു, ഉത്തമനായ ഗുരു. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനും കൂടി ബ്രഹ്മവിദ്യ ഉപദേശിച്ചത് മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് ഗുരുവാണ്. ഇനി ഏതൊരുവൻ ആദ്യം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചുവോ, ഏതൊരുവൻ ബ്രഹ്മാവിന് വേണ്ടി വേദങ്ങളെ പ്രകാശിപ്പിച്ചുവോ അവൻ ഒക്കെ ഗുരുതമൻ. അത് മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് ഭഗവാന് പേര് ഗുരുതമൻ. ഇനി ഗുരുപരമ്പരയിൽ ആദ്യ ഗുരു നാരായണനായതുകൊണ്ട് നാരായണൻ, ബ്രഹ്മാവ്, വസിഷ്ഠൻ, ശക്തി, പരാശരൻ, വ്യാസൻ, ശുകൻ, ഗൗപതാചാര്യൻ, ഗോവിന്ദാചാര്യൻ, ശങ്കരാചാര്യൻ, സുരേശാവാചാര്യൻ,
പത്മപാദാചാര്യൻ, ഹസ്താമലകാചാര്യൻ, തോടകാചാര്യൻ എന്നിവരെല്ലാം ഗുരുപരമ്പരയിൽപ്പെടുന്നവരാണ്. ഏറ്റവും ഉന്നതമായ ആത്മതത്വജ്ഞാനം ഉപദേശിക്കുന്ന ഗുരുവായ നാരായണൻ അർജുനന് ഗീതോപദേശം ചെയ്തു. അത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അപ്പം ആചാര്യന്മാർക്കും ആചാര്യനാണ് ഗുരുതമൻ എന്നർത്ഥം. അടുത്ത നാമം ധാമ. ഒരർത്ഥം ജ്യോതി സ്വരൂപനെന്നും രണ്ടാമത്തെ അർത്ഥം സർവകാമങ്ങളുടെയും ആശ്രയസ്ഥാനമെന്നും. അപ്പം 176 നാമത്തിൽ മഹാദ്യുതി എന്ന വിഷ്ണുവിനെ വിശേഷിപ്പിച്ചു. ധാമ എന്ന നാമം സ്വഭാവമായ ജ്യോതിസിനെ കാണിക്കുന്നു. അതുകൊണ്ട് ആശ്രയസ്ഥാനം എന്നും അർത്ഥം. അപ്പം നാരായണ ഉപനിഷത്തിൽ നാരായണ പരോജ്യോതി എന്നുണ്ട്. അപ്പം ശ്രീമൻ നാരായണനായ മഹാവിഷ്ണു ഏറ്റവും മഹത്തായ ജ്യോതിസാണെന്ന് സാരം. ഭഗവത്ഗീതയിൽ സാരഥിയായ ശ്രീകൃഷ്ണനെ പറ്റി പറയുന്നത് പരം ബ്രഹ്മ ധാമ 10-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകത്തിൽ. അങ്ങ് പരബ്രഹ്മവും ഏറ്റവും വലിയ ജ്യോതിസുമാകുന്നു. ഭഗവാൻ നിരുപാധികമായി സ്വമഹിമയാൽ സ്വാഭാവികമായി ആത്മജ്യോതിയായി പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ ധാമനാണ്. സർവകാമങ്ങളുടെയും പരമമായ ആശ്രയസ്ഥാനം വിഷ്ണുപാദം തന്നെയാണ്. അതായത് മോക്ഷമാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം. അവിദ്യയാൽ അതറിയുന്നില്ലെന്ന് മാത്രം. അപ്പം മുണ്ടകോപനിഷത്തിൽ സവേദയിത്തത് പരമം ബ്രഹ്മധാമ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഉത്കൃഷ്ട സ്ഥാനമായ ബ്രഹ്മത്തെ അവൻ അറിയുന്നു എന്ന്. അത് യോഗികളെ പറ്റി പറയുന്നതാണ്. അപ്പം അതേ ഉപനിഷത്തിൽ വീണ്ടും അവൻ്റെ ആത്മാവ് ബ്രഹ്മപദത്തിൽ പ്രവേശിക്കുന്നു എന്ന് അർത്ഥം വരുന്ന തസ്യേഷ ആത്മാവിശതേ ബ്രഹ്മധാമ എന്നും ഉണ്ട്. അപ്പം യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്ന് ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിലും പറഞ്ഞിരിക്കുന്നു. അതായത് പുനരാവൃത്തിയില്ലാത്ത സ്ഥാനം എൻ്റെ ഉത്തമമായ സാക്ഷാൽ രൂപമാകുന്നു എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. ഛാന്തോക്യ ഉപനിഷത്തിൽ അസ്മിൻ കാമാസമാഹിത, ഇതിൽ കാമങ്ങൾ സ്ഥിതി ചെയ്യുന്നു. എല്ലാ കാമങ്ങളുടെയും ആശ്രയസ്ഥാനമായ മഹാവിഷ്ണു ധാമനാണ്. അടുത്ത നാമം സത്യഹ, സത്യസ്വരൂപനായവൻ. സത്യ എന്ന 106-ാമത്തെ നാമത്തിൽ ഭഗവാനെ സൂചിച്ചു. വീണ്ടും സത്യ എന്ന് വന്നിട്ടുള്ള സത്യവാചകമാണ്. മഹാവിഷ്ണു എന്ന് കാണിക്കാനാണ്. അപ്പം ധർമ്മസ്വരൂപനായ മഹാവിഷ്ണു ത്രികാലങ്ങളിലും 3 കാലങ്ങളിലും ഒരേ അർത്ഥം വരുന്ന വാക്കുകളെ ഉച്ചരിക്കുന്നു. പരബ്രഹ്മം സത്യമായതിനാൽ സത്യത്തെ പരമമെന്ന് പറയുന്നു. തൈത്തിരീയ ആരണ്യത്തിലുണ്ടത് അല്ലേ, തസ്മാ സത്യം പരമം വദന്തി എന്ന്. ഇനി പ്രാണങ്ങൾ സത്യമാകുന്നു, പരമാത്മാവ് അവയുടെയും സത്യമാകുന്നു. അങ്ങനെ സത്യത്തിൻ്റെ സത്യമാകുന്നു പരമാത്മാവായ മഹാവിഷ്ണു എന്നും ഉണ്ട്. അടുത്ത നാമം സത്യപരാക്രമക, വ്യർത്ഥമാകാത്ത പരാക്രമത്തോടുകൂടിയവൻ. ഭഗവാൻ നിയന്താവാണ്. എങ്കിലും ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ നിയന്താവെന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ. അപ്പോൾ ഒരിക്കലും ധർമ്മവിലോപം ചെയ്യുകയില്ല. വേണ്ടത്ര മാത്രമേ തൻ്റെ ബലം ബുദ്ധി ഇവ ഉപയോഗിക്കുകയുള്ളൂ. പ്രവൃത്തി ഒട്ടും വ്യർത്ഥമാകില്ല. ഭഗവാന്റെ ഒരു ജോലിയും ഒരിക്കലും വ്യർത്ഥമായി തീർന്നിട്ടില്ല. ശത്രുക്കളെ കൊല്ലുമ്പം പോലും വൃഥ ഒരു ചുവടും ഭഗവാൻ എടുക്കുകയില്ല. ഭഗവാൻ നിഷ്ഫലമാകാത്ത പരാക്രമത്തോടു കൂടിയവനാണ്. അതുകൊണ്ട് ഭഗവാന് പേര് സത്യപരാക്രമക. അടുത്ത നാമം നിമിഷക. നിമിഷക നിമേഷം എന്ന് പറയുന്ന കൺപോളകൾ. അപ്പം കൺപോളകൾ അടച്ചിരിക്കുന്നവൻ എന്നർത്ഥം. ജാഗ്രത അവസ്ഥയിൽ തന്നെ ധ്യാന സമയത്ത് അന്തർമുഖനായിരിക്കുമ്പോൾ കണ്ണുകൾ അടയ്ക്കുന്നു. സാധാരണക്കാർ തന്നെ ചൂഴ്ന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിനെ ബാഹ്യവസ്തുക്കൾ ആകർഷിക്കാതിരിക്കാൻ നിശബ്ദമായ സ്ഥലത്തിരുന്ന് കണ്ണടച്ച് ചിന്തിക്കുന്നു. ആത്മവാനും യോഗീശ്വരനുമായ ഭഗവാൻ യോഗനിദ്രയിൽ ജാഗരൂകനായി ആത്മനിഷ്ഠനായി സർവദൃക്കായിരിക്കുന്നു, എല്ലായിടവും കടാക്ഷിച്ചുകൊണ്ട്. അപ്പം അധർമ്മികളെ കടാക്ഷിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നു എന്നും ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട് വിഷ്ണുപുരാണത്തിലൊക്കെ.
അപ്പോൾ ഇവിടെ എൻ്റെ ദിവ്യമായ മായയെ ആശ്രയിച്ച് യോഗനിദ്രയിൽ ആഴുമ്പോൾ മധുസൂദനൻ വാസുദേവൻ എന്ന് വ്യാഖ്യാതനായ ആത്മാവിനെ പറ്റി ചിന്തിക്കുന്നു. കഠോപനിഷത്തിൽ സയേഷ സുപ്തേഷു ജാഗർത്തി, യാതൊരു പുരുഷൻ ഇന്ദ്രിയാദികൾ ഉറങ്ങുമ്പോൾ ജാഗരൂകനായിരിക്കുന്നുവോ അവൻ നിമിഷ. അതുകൊണ്ട് ഭഗവാന് നിമിഷ എന്ന് പേര്. അടുത്ത നാമമാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അനിനിമിഷ. നിമിഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കണ്ണടയ്ക്കാത്തവൻ. മഹാവിഷ്ണു ആത്മവാനും നിത്യപ്രബുദ്ധനുമാകുന്നു. അതുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുന്നില്ല. ദേവന്മാരാരും കണ്ണ് ചിമ്മുകയില്ലെന്ന് പുരാണങ്ങളും പറയുന്നു. ഏകാന്ത സ്വരൂപനായ ഭഗവാൻ ഭക്തന്മാരെ സദാ കാത്തുരക്ഷിക്കുന്നു. സ്വാഭാവികമായി എല്ലാ കാര്യങ്ങളും ഇതിനാൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു. നിത്യപ്രബുദ്ധനായ ഭഗവാൻ കാര്യങ്ങൾ അറിയുന്നതിന് ഒരു വിരാമവും ഇല്ല. മത്സ്യാവതാരത്തിൽ മത്സ്യത്തെ പോലെ കണ്ണ് ചിമ്മാതെ വർത്തിച്ചു. അതുകൊണ്ടും ഭഗവാനെ അനിമിഷൻ എന്ന് പറയാം. ഇനി അടുത്ത നാമാണ് സ്രഗ്വി. ഒരിക്കലും വാടാത്ത വൈജയന്തി മാല ധരിച്ചിട്ടുള്ളവൻ. സ്രഗ് എന്ന് പറഞ്ഞാൽ മാല. അപ്പം മാല ധരിച്ചിരിക്കുന്നു. ഭഗവാന്റെ കഴുത്തിലുള്ള മാല 5 കളറുള്ളതാണ് അല്ലേ? കറുപ്പ്, ചുവപ്പ്, കറുത്തത് തുളസി, ചുവപ്പ്, പച്ച, വെള്ള തുടങ്ങിയ 5 കളർ കൊണ്ടാണ്, അതായത് പഞ്ചഭൂതങ്ങളും ഒക്കെ അങ്ങനെ അതൊക്കെയാണ്. അപ്പോൾ പഞ്ചവർണ്ണങ്ങളുള്ളതും തത്സമയം വികസിച്ചതും അന്നേരം തന്നെ വികസിച്ചതുമായ അനുഭൂതി ഉണ്ടാക്കുന്ന പൂക്കളാൽ രൂപം കൊണ്ടതുമായ മാലയാണ് വൈജയന്തി മാല. ആ മാല ധരിച്ചിരിക്കുന്നു ഭഗവാൻ. അപ്പം വിഷ്ണുപുരാണത്തിൽ പഞ്ചസ്വരൂപായ മാല വൈജയന്തി ഗതാമൃത സഭൂതഹേതു സംഘാത ഭൂതമാല ച വൈ ദ്വിജ. പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളുടെ കൂട്ടമാണ് ഈ മാല. ഭഗവാൻ ഗദാധരൻ്റെ 5 രൂപങ്ങളോടുകൂടിയ വൈജയന്തിമാല പഞ്ചതന്മാത്രകളുടെയും പഞ്ചഭൂതങ്ങളുടെയും സംഘാതമാകുന്നു. അതുകൊണ്ട് ഭഗവാൻ സ്രഗ്വി. അടുത്തപ്പം ശംഖ് ധരിച്ചവൻ ശംഖി, ചക്രം ധരിച്ചവൻ ചക്രി എന്നൊക്കെ പറയില്ല, അതുപോലെ സ്രഗ്വി എന്ന് ഭഗവാന് പേര്. ലാസ്റ്റ് നാമം വാചസ്പതിരുദാരധീഹി. വാചെന്ന് പറഞ്ഞാൽ വാക്ക്, വാചസ്പതി വാക്കുകളുടെ പതി. ഉദാരധി എന്ന് പറഞ്ഞാൽ ഉദാരം ഉള്ളവൻ, ദയുള്ളവൻ. അപ്പം വാചസ്പതിരുദാരധി, വാചസ്പതിഹി ഉദാരധി എന്നീ 2 നാമങ്ങൾ ചേർന്നതാണ് ഈ നാമം. 127, 128, 130, 131 നാമങ്ങളിൽ വേദവിത്ത്, വേദാംഗ, വേദവിദ് എന്നിവയിൽ നിന്ന് ഭഗവാൻ എല്ലാ വിദ്യകളും മനസ്സിലാക്കി ഗുരുതമനായി വർത്തിക്കുന്നെന്ന് കാണുന്നു. അപ്പം ഇവയെ വിലോപം കൂടാതെ സംരക്ഷിക്കുക മാത്രമല്ല, ഓരോരുത്തരുടെയും സഹജമായ ബുദ്ധി മനസ്സിലാക്കി ഉദാരബുദ്ധിയോടെ ജ്ഞാനം പകർന്നു കൊടുക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ വാചസ്പതിരുദാരധീഹി. പ്രപഞ്ചത്തിലെ സകല പദാർത്ഥങ്ങളെയും സർവദൃക്കും സർവദർശനുമായ മഹാവിഷ്ണു പ്രത്യക്ഷമാക്കുന്നു. ഒന്നും തള്ളിക്കളയുന്നില്ല. ഉദാരബുദ്ധിയുള്ളവനായതിനാൽ എല്ലാത്തിലും മഹാമനസ്കത കാണിക്കുന്നു. പ്രകൃതി നിയമങ്ങളെ ലേശവും വീഴ്ചയില്ലാതെ അനുസരിച്ചില്ലെങ്കിൽ എല്ലാ ജീവജാലത്തിനും ശിക്ഷ ലഭിക്കും. ആകർഷശക്തിയെ ലേശം തെറ്റിച്ചാൽ വീഴ്ച നിശ്ചയമാണ്. എന്നാൽ ഉദാരധിയായ ഭഗവാൻ വളരെ ക്ഷമയോടെ തെറ്റുകൾ പൊറുക്കുന്നു. പ്രജാപതിയായതുകൊണ്ട് മാതാവും പിതാവുമായ ഭഗവാൻ മഹാമനസ്കതയോടെ എല്ലാം പൊറുത്ത് അവിദ്യയെ നീക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ വാചസ്പതിരുദാരധീഹി. ഇനി നമ്മൾക്ക് ഒറ്റ വാക്കിലെ നാമം നോക്കാം, അർത്ഥം. പിന്നെ ആ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം നോക്കാം. ഗുരുർഗുരുതമോ ധാമ സത്യസത്യപരാക്രമഃ നിമിഷോ നിമിഷസൃഗ്വി വാചസ്പതിരുദാരധീഹി. ആദ്യത്തെ നാമം ഗുരു. ഗുരു എന്ന് പറഞ്ഞാൽ പിതാവും ആചാര്യനുമായവൻ. ഗുരുതമഃ ഗുരുക്കന്മാരുടെ പോലും ഗുരു, ഗുരുക്കന്മാരിൽ ഉത്തമനായ ഗുരു.
ധാമഹ ജ്യോതിസ്വരൂപൻ. ഒരർത്ഥം ജ്യോതിസ്വരൂപൻ, വേറെ അർത്ഥം എല്ലാറ്റിൻ്റെയും ഇരിപ്പിടം, അഭയസ്ഥാനം. അടുത്ത നാമം സത്യഹ, സത്യസ്വരൂപൻ. സത്യപരാക്രമഹ, അർത്ഥവത്തായ പരാക്രമത്തോടു കൂടിയവൻ. നിമിഷഹ, യോഗനിദ്രയിൽ കണ്ണടച്ചിരിക്കുന്നവൻ. അനിമിഷഹ, ഒരിക്കലും ഉറങ്ങാത്തവൻ, മത്സ്യാവതാരത്തിൽ കണ്ണടയ്ക്കാതിരുന്നവൻ. സൃഗ്വി, പഞ്ചഭൂതങ്ങളുടെ തന്മാത്ര രൂപമായി 5 നിറത്തിലെ പുഷ്പങ്ങൾ കോർത്ത വൈജയന്തിമാല അണിഞ്ഞവൻ. വാചസ്പതിരുദാരധീഹി, വാക്കിൻ്റെ അല്ലെങ്കിൽ വിദ്യകളുടെ നാഥനായവനും. പതി എന്ന് പറഞ്ഞാൽ നാഥൻ. ഉദാരബുദ്ധി, മഹാമനസ്കതയോടുകൂടിയവനുമാണ് ഭഗവാൻ. അതുകൊണ്ട് വാചസ്പതിരുദാരധീഹി എന്ന് പേര്. അടുത്തത് ആ ശ്ലോകത്തിൻ്റെ പൂർണ്ണാർത്ഥം. ഗുരുർഗുരുതമോ ധാമ സത്യസത്യപരാക്രമഃ നിമിഷോനിമിഷ സൃഗ്വി വാചസ്പതിരുദാരധീഹി. ഈ ജഗത്തിൻ്റെ പിതാവും അത്യുത്കൃഷ്ടനായ ഗുരുവും ജ്യോതിസ്വരൂപനും സത്യസ്വരൂപനായവനും അർത്ഥവത്തായ പരാക്രമത്തോടു കൂടിയവനും കണ്ണടച്ച് ജാഗരൂകനായിരിക്കുന്നവനും മത്സ്യാവതാരമെടുത്തപ്പോൾ ഒരിക്കലും കണ്ണടയ്ക്കാതിരുന്നവനും ഒരിക്കലും വാടാത്ത വൈജയന്തിമാല അണിഞ്ഞവനും വാക്കുകളുടെ പതിയായി ഗുരുവായി മഹാമനസ്കനായിരിക്കുന്നവനും ഭഗവാൻ തന്നെ. ഇതോടുകൂടി നമ്മളുടെ 23ാമത്തെ ശ്ലോകം കഴിഞ്ഞു. അടുത്ത ശ്ലോകവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരി ഓം നാരായണ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.